അപ്പോൾ നമ്മൾ ഇന്ന് തത്തയുടെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. ഡ്രസ്സും ഗോൾഡും ഒക്കെ പർച്ചേസിങ്ങിനായിട്ട് പോവാണ്. പോവാണെന്ന് പറഞ്ഞാൽ കാറ്റ് പോവാന്ന് പറഞ്ഞേ. പോവാനായിട്ട് വണ്ടി വന്നു റാശുവിന്. എവിടെ വണ്ടി? ബാക്കിലുള്ള ആളെ നോക്കത്തില്ല. എന്താണ് നമ്മൾ ആദ്യം പോയത് ഗോൾഡ് എടുക്കാനായിരുന്നു കേട്ടോ. അത് പോയത് തൃശ്ശൂരുള്ള റീഗൽ ജ്വല്ലേഴ്സിക്കായിരുന്നു. ഗോൾഡ് എടുക്കാനല്ല കേട്ടോ നമ്മൾ പോകണത്, ഗോൾഡിൻ്റെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാനൊക്കെ ആയിട്ട് ഏതൊക്കെ മോഡൽ വേണം, എങ്ങനത്തെയൊക്കെ വേണം, എത്ര പവൻ്റെ വേണം, അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും നോക്കി വെച്ച് സെറ്റാക്കാനായിട്ടായിരുന്നു പോയത്. അതെ, റീഗലിൽ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. കേരള മോഡലും അല്ലാണ്ടും ഒക്കെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മാലകളൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയൊക്കെ ചെയ്തിരുന്നത്. മാലകളുടെ കാര്യത്തിൽ തീരുമാനം അവസാനം വരെ ഒന്നും ആയില്ല കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ വേറെ വേറെ മോഡലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നതും മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നതും ഒക്കെ വ്യത്യാസമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് വരെ അതിലൊരു എത്തിയില്ല. നമ്മൾ ഇങ്ങനെ ഓരോന്ന് വെച്ച് നോക്കാൻ എടുക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് അവസാനമൊക്കെ നമ്മൾ 3-4 മാലകളാണ് സെറ്റ് ചെയ്ത് ഒക്കെ പറഞ്ഞ് പോകുന്നത് കേട്ടോ. അതായത് സെറ്റ് മാച്ചാ. അതിന്റെ ഉള്ളിൽ നമുക്ക് കൊലുസിന്റെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലെ താഴെ താലിച്ചയിലും വരും. അതൊന്നും ഒരു മാലയും കൂടി ഇത്തിരി ഇറക്കിട്ടോ. അത് അവിടെ എല്ലാവരും കാര്യമായിട്ട് സ്വർണം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ സൈഡിൽ കൂടെ ആളുടെ ഷാപ്പാട് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മാലകളുടെ കാര്യത്തിൽ നമ്മൾ വലിയ തീരുമാനം നോക്കില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും വേഗം നമ്മൾ വളയൊക്കെ നോക്കാൻ നിന്ന്. കാരണം അത് കഴിഞ്ഞിട്ട് വേറെ കുറേ പർച്ചേസിങ്ങും കാര്യങ്ങളുള്ളതുകൊണ്ട് വേഗം എല്ലാം അടുത്തടുത്തായിട്ട് വേഗം തീർക്കുകയായിരുന്നു. ഈ സ്വർണ്ണമൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂടുതൽ അതൊക്കെ ഒന്ന് വരുന്നുണ്ടെന്ന് വേറെ ആർക്കല്ല നമ്മുടെ റേഷനായിരുന്നു. റേഷൻ എന്നിട്ട് ആ ചേട്ടൻ്റെ വാച്ച് വെച്ച് കൊടുത്തേക്കായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. കാരണം ആൾ ഈ സ്വർണ്ണമൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ ആളതൊക്കെ ഇങ്ങനെ തൊടാനും പിടിച്ചെടുക്കാനും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി, ഇരുന്ന് കളിച്ചോളും. അപ്പം അതുകൊണ്ട് ആൾ രേച്ചായിട്ട് ആളുടെ വാച്ചൊക്കെ വെച്ച് കൊടുത്ത് അപ്പം ആളതുമ പടുത്തൊക്കെ ഇരുന്ന് റിങ്സ് ആവട്ടെ വള മാല എല്ലാത്തിനും നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമുക്ക് ഭയങ്കര ഇഷ്ടമാവണ രീതിയിലുള്ള നല്ല മോഡലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കിയിട്ടാണ്. വളയും മാലയും പാദസരം അങ്ങനെ എല്ലാതും നമുക്ക് 51 പവന് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ വാങ്ങാനല്ല പോയത്, മോഡലൊക്കെ കാണിച്ചു കൊടുക്കാനായിരുന്നു. പിന്നെ എത്രേൻ്റെയൊക്കെ വേണം അങ്ങനെയൊക്കെ നോക്കാനായിട്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. കാരണം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 3 മണിക്ക് കഴിഞ്ഞു. ബസ്സിന് പറഞ്ഞ് ഇറങ്ങിയെന്ന് വെച്ചാൽ ഇതേ കണ്ടില്ലേ, ഊഞ്ഞാലൊക്കെ കാണുമ്പോൾ കയറി നാടുവാനായിട്ടൊന്നും ഒരു വിശപ്പൊന്നുമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മൾ പോയത് എവിടെ, വില്ല വനിതാസ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഫിലിപ്പീൻസ് ഉണ്ടായിരുന്നു അത് നടത്തണമെന്നാണ്. ഫിലിപ്പീൻസ് ചൈനക്കാരോ അങ്ങനെ ഏതോ ആൾക്കാരായിരുന്നു അവിടെ ഫുൾ ഉണ്ടായിരുന്നത്. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അതാണെങ്കിൽ ബസ്സിന്ന് വന്നതുകൊണ്ടേ നമുക്കിങ്ങനെ ഓരോ സെക്കൻഡുകളും ഭയങ്കര കുറേ സമയം എടുക്കണ പോലെയായിരുന്നു തോന്നുന്നുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ബിരിയാണി അതൊക്കെയാണ് ഓർഡർ ചെയ്തത്. പ്രാവശ്യ സമയത്തൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ആള് ഉറക്കമായതുകൊണ്ട് പിന്നെ നമുക്ക് മര്യാദയ്ക്ക് കഴിക്കാനൊക്കെ പറ്റും. കിട്ടില്ല ഫുഡ് വേണ്ട മതിയായി അവസാനിപ്പിക്കുന്നു.
നമ്മുടെ ഫുഡ് എടുത്ത് കഴിയുമ്പോഴേക്ക് റാഷൻ ഉണ്ട് കേട്ടോ. ആൾ വേറെ എവിടെ കൊണ്ടുപോകാനായിട്ടും വലിയ കുഴപ്പമില്ല കേട്ടോ, വലിയ അലമ്പില്ലാണ്ടിരിക്കും. പക്ഷേ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ മാത്രം ആൾ ഇത്തിരി അലമ്പാണ്. അപ്പോൾ ആ സമയത്ത് ഉറങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെല്ലാവരും തിന്നുമ്പോൾ ആൾക്ക് കൊടുക്കാണ്ട് തിന്നണോണ്ടും കൂടിയിട്ട് ആൾ അങ്ങനെ ഭയങ്കര അലമ്പുണ്ടാക്കലാണ്. അപ്പം പിന്നെ അവൾക്ക് നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കൊടുത്ത്, ആ സമയം അമ്മ ഫുഡ് കൊടുത്ത് ഞാനും തത്തയ്ക്ക് അവിടെ ഇരുന്ന് ദേ ഊഞ്ഞാലൊക്കെ ആടി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഇരുന്നു. തത്തനെ പെടാണ്ട് കിടക്കില്ല. അവളെ അതിൽ തന്നെ ഇരുത്താൻ പറ്റോ? തന്നെ ഇരുത്തോക്കിയേ. വാ വാ വാ. നീ മാമനോട് പറ. മാമ ഫ്രണ്ടിലെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് പുളിമൂട്ടിലാണ് കേട്ടോ. സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷെ അവിടെ നമ്മൾ അധികം സാരി ഒന്നും എടുത്തില്ല, കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ, വേറെ കടകളിലും കൂടി നോക്കാം, അവിടത്തെയും കളക്ഷനും കാര്യങ്ങളൊക്കെ അറിയാം, മോഡലുകളൊക്കെ വേറെ ഉണ്ടാവല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ 4-5 സാരി അവിടെ നിന്ന് എടുത്തു. മെയിനായിട്ട് അവിടെ പർച്ചേസ് ചെയ്തിരിക്കാനായിട്ട് നമുക്ക് ആർക്കും ഒരു ഉന്മേഷം ഉണ്ടായിരുന്നില്ല. കാരണം കാലത്തോട്ട് പോന്നിട്ടേ ജ്വല്ലറിൽ കുറേ നേരം ഇരുന്ന് പോയല്ലോ. പിന്നാണെങ്കിൽ വിശന്ന് പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി, ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയല്ലോ എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പോൾ അധികം നോക്കാനായിട്ട് ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അധികം. അപ്പോൾ വേറെ ഒരാൾക്ക് നല്ല ഇൻട്രസ്റ്റ് കയറി അപ്പുറത്തേക്ക് ഉള്ള മറ്റേ കോസ്മെറ്റിക്സും ജ്വല്ലേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ചേച്ചീൻ്റെ അടുത്തായിരുന്നു. അവിടുന്ന് ആ ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് ബ്രഷൊക്കെ മേടിച്ച് പിടിക്കുക. അവിടെ ഷോക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അവസാനമാണ് ആ ചേച്ചി കയ്യിലൊരു ബ്രഷ് കൊടുത്ത് അവളെ സമാധാനിപ്പിച്ച് അവിടെ ഇരുത്തിയത്. അവിടെ നിന്ന് നമ്മൾ പിന്നെ വേഗം ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോകാൻ നോക്കിയത് കല്യാണിലോട്ടാണ്. കല്യാണം അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ സാരിക്ക്. അവിടെ നിന്ന് നമ്മൾ എല്ലാവർക്കുള്ള സാരിയും ലാങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ കല്യാണം തന്നെ എടുത്ത് സ്റ്റോപ്പാക്കി ഇട്ടാ. അവിടെ നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് കേട്ടോ സാരികളൊക്കെ. കല്യാണത്തിപ്പോഴേക്ക് റാഷ് അത്യാവശ്യം നല്ല വാശിയൊക്കെ, കാരണം നമ്മൾ കാലത്ത് പോകുന്നുള്ളൂ, വൈകുന്നേരം ആയപ്പോഴേക്കും ആൾ നല്ല വാശിയൊക്കെ ആയി. പിന്നെ എൻ്റെ ബാറ്ററി ആണെങ്കിലും ഫോണിൻ്റെ ലോ ആയി. അപ്പോൾ പിന്നെ എനിക്കിതങ്ങോട്ട് ഫുള്ളാക്കാൻ പറ്റില്ല. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.